കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ കശ്മീരി വിദ്യാർത്ഥികൾ തിരികെ നാട്ടിലേക്ക് മടങ്ങി. കശ്മീരിലെ ഭീകരാക്രമണങ്ങൾക്കും വെടിയൊച്ചകൾക്കും ഇടയിൽ അതിജീവനം ദുസ്സഹമായ സാഹചര്യത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മർക്കസ് ഇവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുണ്യ റമദാൻ മാസത്തിൽ മർക്കസിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരുപിടി നല്ല ഓർമ്മകളുമായാണ് ഇവർ തിരികെ കശ്മീരിലേക്ക് മടങ്ങുന്നത്. ഒരു കുടക്കീഴിൽ ഒന്നായി കഴിഞ്ഞവർ, അറിവും ജീവിതവും തന്നിടത്തു നിന്നും ഒടുവിൽ അവർ ജന്മനാട്ടിലേക്ക് മടങ്ങുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെയും കൂട്ടുകാരെയും വിട്ടുപിരിയുന്നതിന്റെ വേദനയാണ് ഓരോ കണ്ണുകളിലും. കശ്മീരിലെ ഭീതിപ്പെടുന്ന ദിനരാത്രങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ജീവിത സാഹചര്യങ്ങളെയും താണ്ടി കേരളത്തിലെത്തിയതാണ് ഇവർ ഓരോരുത്തരും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മർക്കസ് ഇവരെ ഏറ്റെടുക്കുകയായിരുന്നു. കശ്മീരിലെ കെട്ടകാലത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾ ഇന്നിവരിലില്ല. കേരളത്തിന്റെ സ്നേഹവലയത്തിൽ ഇവർ സുരക്ഷിതരാണ്. മൂന്നും 5 വർഷം മർക്കസിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് തിരിച്ച് കശ്മീരിലേക്ക് മടങ്ങുന്നത്. നമ്മുടെ കുട്ടികൾ ഒരു 15ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ +2 കഴിഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. അതിൻ്റെ ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും വലിയൊരു സന്തോഷമുണ്ട് നമുക്ക്. കാരണം 5 വർഷം ഇവിടെ പഠിച്ചു. അവർ ഒന്നുമില്ലായ്മയിൽ നിന്നും കേരളത്തിൽ വന്നു. അവർ വന്നിട്ട് ഇവിടുന്ന് നമ്മുടെ കേരള സംസ്കാരവും അതിന് പുറമെ കേരളത്തിലെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ അവർ ഇന്നലെ ഇവിടെ ഒരു യാത്രയപ്പ് ചടങ്ങുണ്ടായിരുന്നു. ആ സമയത്തും ആ കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അതിന് പുറമെ മർക്കസിൽ നിന്ന് പഠിച്ച അല്ലെങ്കിൽ കേരളം ഞങ്ങൾക്ക് നൽകിയ ഈ ഒരു രൂപത്തിലുള്ള വിദ്യാഭ്യാസം ഞങ്ങളുടെ നാട്ടിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള എല്ലാവിധ പരിപാടികളും അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നടത്തും. അതിനുള്ള എല്ലാവിധ ധൈര്യവും ഞങ്ങൾക്ക് കേരളം തന്നിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മർക്കസ് എമിറേറ്റ്സ് ഹോം ഫോർ കശ്മീരിൽ ഇതിനകം 3000-ലധികം പേർ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവരിൽ പല മിടുക്കരും സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് വർഷങ്ങളായി പങ്കെടുക്കുകയും വിവിധ മത്സരങ്ങളിൽ 1-ാം സ്ഥാനം നേടിയവരുമാണ്. രണ്ടതിരുകൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഇടം കൂടിയാണിത്. കേരളം നൽകിയ സ്നേഹത്തിന്റെ അറിവുകളുമായി ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഈ പടി കടന്ന് ഇവർ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. സുൽത്താനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.